എന്തൊക്കെ ഉണ്ടെങ്കിലും നിരാശരായി പരാതി മാത്രം പറയുന്ന ചില ആളുകളെ കാണാം. ഒരിക്കൽ ടീച്ചർ തന്റെ വിദ്യാർത്ഥികളോട് ഒരു എക്സാമിന് തയ്യാറാവാൻ പറഞ്ഞു. അത് കേട്ട് കുട്ടികൾ പരീക്ഷ എഴുതാൻ തയ്യാറായിരുന്നു. ടീച്ചർ തൻ്റെ കയ്യിലിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വിദ്യാർത്ഥികൾക്കുമായി കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട വിദ്യാർത്ഥികൾ വളരെ അത്ഭുതത്തോടെ ടീച്ചറിനെ നോക്കി. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നില്ല, അതിലൊരു ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് എഴുതുക. കുട്ടികൾ ഓരോരുത്തരായി ആൻസർ എഴുതി തുടങ്ങി. ആൻസർ എഴുതിയ ശേഷം ആ ആൻസർ ഷീറ്റ് വാങ്ങി അവിടെ വെച്ച് തന്നെ ടീച്ചർ ഉറക്കെ വായിച്ചു തുടങ്ങി. ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഈ ആൻസർ ഷീറ്റിലെ ഈ ഒരു ഡോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിന് ചുറ്റുമുള്ള ഈ വൈറ്റ് കളർ ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അതൊന്നും കാണുന്നില്ല. എപ്പോഴും ആ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരാശരായിക്കൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഒരു വൻ ദുരന്തം, വയനാടിലുണ്ടായി ഒരുപാട് പേരുടെ ജീവൻ പൊലിക്കും അല്ലേ. ഇപ്പോഴും നമ്മളൊക്കെ സേഫാണ്. നിങ്ങളുടെ ജോലി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ജോലി ആയിരിക്കില്ല. നിങ്ങൾക്ക് സാലറി വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയില്ലാത്ത എത്രയോ പേരുടെ സ്വപ്നമാണെന്നറിയാം. നിങ്ങൾക്ക് നല്ലൊരു കാറുണ്ട്, പക്ഷെ അത് ഇത്തിരി പഴയതായിരിക്കാം. അതും ഇല്ലാത്തവൻ്റെ സ്വപ്നമാണെന്ന് ഓർക്കുക നിങ്ങൾ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് നല്ല ശബ്ദമില്ലേ? സംസാരിക്കാൻ പറ്റാത്തവൻ്റെ മുമ്പിൽ ചെന്ന് ചോദിക്കണം, ആ സംസാരിക്കുന്നതിൻ്റെ വാല്യൂ അറിയണം. അങ്ങനെ എത്ര അനുഗ്രഹങ്ങളാണ് പടച്ച തമ്പുരാൻ നമ്മുടെ ലൈഫിൽ തന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കാണാതെയാണ് ചെറിയ ചെറിയ ഇല്ലായ്മയുടെ കുറ്റം പറഞ്ഞ് നമ്മുടെ ലൈഫ് നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും ഒന്ന് നന്ദി പറഞ്ഞു നോക്കൂ. അപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ നിറയുന്നത് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മുന്നിലെ ഒരു വാതിലല്ലേ കൊട്ടിയടച്ചിട്ടുള്ളൂ. ഒരു വാതിൽ കൊട്ടിയടച്ചെങ്കിൽ ഒരുപാട് വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. നിങ്ങൾ അടച്ചിട്ട വാതിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് മറ്റതൊന്നും കാണാതെ പോകുന്നത്. കണ്ണു തുറന്നൊന്ന് നോക്ക്. എപ്പോഴും ഇങ്ങനെ ഈ ഇല്ലായ്മയെ കുറിച്ച് മാത്രം പരിതപിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മകളെ അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണും. എന്നിട്ട് അതൊക്കെ നൽകിയ പടച്ച തമ്പുരാനോട് മനസ്സറിഞ്ഞൊന്ന് നന്ദി പറയും. ഇനി എത്ര നാൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കാനാ? ഉള്ളത്രയും കാലം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും.